أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا دعوا إلى الله ورسوله ليحكم بينهم إذا فريق منهم معرضون وإن يكن لهم الحق يؤتوا إليه مذعنين أفي قلوبهم مرض أم ارتابوا أم يخافون أن يحيف الله عليهم ورسوله بل أولئك هم الظالمون. إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون. സദഖല്ലാഹു അൽ-അദീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൻ നൂർ, പ്രകാശം എന്ന പേരുള്ള ഈ സൂറത്തിൻ്റെ 48, 49, 50, 51 4 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا دعوا إلى الله ورسوله ليحكم بينهم إذا فريق منهم معرضون. وإذا دعوا إلى الله, അവർ അള്ളാഹുവിലേക്ക് വിളിക്കപ്പെട്ടാൽ, വറസൂലിഹി, അതുപോലെ അവരുടെ റസൂലിലേക്കും, അവരെ അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ, ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി, അവർക്കിടയിൽ വിധി പറയാൻ വേണ്ടി, ഇദാ ഫരീഖും മിൻഹും മുഅ്രിദൂൻ, അപ്പോഴതാ അവരിൽ ഒരു ഭാഗം ആളുകൾ പിന്തിരിഞ്ഞു പോകുന്നു. അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അള്ളാഹുവിലേക്കും റസൂലിലേക്കും വരൂ എന്ന് പറയുമ്പോൾ അവരിൽ ഒരു ഭാഗം ആളുകൾ പിന്തിരിഞ്ഞു പോകുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വൈയക്കുൻ ലഹുമുൽ ഹഖു, ഇനി അവർക്ക് അനുകൂലമാണ് ന്യായമെങ്കിലോ, വൈയക്കുൻ ലഹുമുൽ ഹഖു, അവർക്ക് അനുകൂലമാണ് ന്യായം എങ്കിൽ, യൗതു ഇലൈഹി, അവരതിലേക്ക് വരും, മുദ്അനീൻ, വിനയത്തോടുകൂടി. അവർക്ക് അനുകൂലമാണ് വിധി പറയുന്നതെങ്കിൽ അവർ വിനയത്തോടുകൂടി അതിലേക്ക് എത്തുകയും ചെയ്യും. അഫീ ഖുലൂബിഹിം മറദ്, അവരുടെ ഹൃദയങ്ങളിൽ രോഗമാണോ, അമിർതാബു, അല്ലെങ്കിൽ അവർക്ക് സംശയമാണോ, അവർ വരാതിരിക്കാനുള്ള കാരണം അവരുടെ ഹൃദയത്തിൽ രോഗമായതുകൊണ്ടാണോ, അതല്ലെങ്കിൽ അവർക്ക് വല്ല സംശയം വന്നതുകൊണ്ടാണോ, അം യഖാഫൂന, അല്ലെങ്കിൽ അവർക്ക് ഭയമുണ്ടോ, അൻ യഹീഫല്ലാഹു അലൈഹിം വറസൂലുഹു, അള്ളാഹുവും അവരുടെ റസൂലും അവരോട് അനീതി പ്രവർത്തിക്കുമെന്ന്, അള്ളാഹുവും അവൻ്റെ ദൂതനും അവരോട് അനീതി പ്രവർത്തിക്കും എന്ന് അവർക്ക് ഭയമുള്ളത് കൊണ്ടാണോ അവർ വരാത്തത്? ബൽ, എന്നാൽ, ഉലൈക ഹുമുൽ ളാലിമൂൻ, അക്കൂട്ടർ അക്രമികൾ തന്നെയാണ്, അക്കൂട്ടർ അക്രമികളാണ്. ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീന, തീർച്ചയായും സത്യവിശ്വാസികളുടെ വാക്ക്, ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി, അവർ അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ, സത്യവിശ്വാസികൾ അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ അവരുടെ വാക്ക്, ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ വിധി കൽപ്പിക്കാൻ വേണ്ടി, തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടാൽ അവർ പറയുക, അൻ യഖൂലു സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു,
ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് പറയുക മാത്രമാണ് അവർ ചെയ്യുക. വൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാകുന്നു വിജയികളും, അവർ തന്നെയാണ് വിജയം വരിച്ചവർ. കഴിഞ്ഞ ആയത്തുകളിൽ 45, 46, 47 ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷണിച്ചാൽ ആമന്ന ബില്ലാഹി വബിർ റസൂലി എന്നൊക്കെ പറയുന്ന അതേ സമയം തന്നെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, നിങ്ങൾ പറയുന്നത് കേൾക്കാം, അനുസരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലും ഒരു ഭാഗം സത്യനിഷേധികൾ അവർ പറയുന്നത് കേൾക്കാതെ പിന്തിരിഞ്ഞു പോകുന്നതും നിനക്ക് കാണാം. അവർ സത്യനിഷേധികൾ എന്ന പേരിലല്ല, സത്യവിശ്വാസികൾ എന്നുള്ള പേരിൽ തന്നെയാണ് ഉണ്ടാവുക. മുനാഫിക്കുകളായ ആളുകളാണ് അവർ. ആ പറയുന്നിടത്തു നിന്ന് കുറച്ച് കഴിയുമ്പോൾ പിന്തിരിഞ്ഞു പോകും. എന്നിട്ട് അവരെ സംബന്ധിച്ച് അള്ളാഹു ചോദിക്കുകയാണ്, വൈദാ ദുഊ ഇലല്ലാഹി വ റസൂലിഹി ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിലുള്ള പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് അവരെ ക്ഷണിക്കപ്പെട്ടാൽ അപ്പോഴും അവരിൽ വിഭാഗം ആളുകൾ പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്യുക. അവരുടെ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അള്ളാഹുവിലേക്കും റസൂലിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ, അള്ളാഹുവിൻ്റെ വിധി പ്രകാരം വിധി പറയാൻ വേണ്ടിയിട്ട് റസൂൽ അവരെ ക്ഷണിച്ചാൽ അവരാ സമയത്ത് പറയാം, അവരാ സമയത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുക. ആ ഒഴിഞ്ഞു മാറിയ ആളുകൾ തന്നെ അവർക്ക് അനുകൂലമാണ് വിധി വരുന്നതെങ്കിലോ ഓടി വന്ന് വിനയത്തോടുകൂടി അത് സ്വീകരിക്കാൻ തയ്യാറാവുക. ന്യായം എന്ന ഒന്നല്ല, മറിച്ച് വിധി തങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ വേഗം ഓടി വന്ന് അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിന് അള്ളാഹു 3 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. എന്താണ് അള്ളാഹും റസൂലും വിളിച്ചാൽ ഇവർ വരാതിരിക്കുന്നത്? അഫിയ ഖുലൂബിഹിം മറദ്, അവരുടെ ഹൃദയത്തിൽ രോഗമാണോ? മാറാ രോഗം വല്ലതും പിടിപെട്ടോ അവർക്ക്? അതല്ല അമിർത്താബു, അല്ലെങ്കിൽ അവർക്ക് സംശയം പിടിപെട്ടോ? ഇത് ശരിയാവില്ല, ഇവരുടെ കൂടെ കൂടിയാൽ നടക്കൂല എന്ന രൂപത്തിലുള്ള സംശയം വല്ലതുമാണോ അവർക്ക് വന്നത്? അതുമല്ലെങ്കിൽ 3ാമത്തെ കാര്യം, അം യഖാഫൂന യഹീഫ് അല്ലാഹു അലൈഹിം വറസൂലുഹു, അള്ളാഹുവും അവൻ്റെ റസൂലും അവർക്ക് എതിരായിട്ട് അവരോട് അനീതി പ്രവർത്തിക്കും എന്ന വിചാരമാണോ? അവരോട് അനീതി ചെയ്യും അള്ളാഹുവും റസൂലും എന്ന ഭീതി, ഭയം അവർക്കുള്ളത് കൊണ്ടാണോ അവർ വരാത്തത്? എന്നിട്ട് അള്ളാഹു പറയുന്നു, ബൽ ഉലൈക ഹുമുൽ ളാലിമൂൻ, എന്നാൽ അവർ അക്രമികളാണ്. ഇത് പറഞ്ഞതിന് ശേഷം സത്യവിശ്വാസികളായ ആളുകളുടെ സ്വഭാവം എന്താണ് എന്നുകൂടി അള്ളാഹു വിശദീകരിക്കണം. ഇത് മുനാഫിക്കളുടെ വിശദീകരണമാണ്. യഥാർത്ഥ വിശ്വാസികൾ ചെയ്യേണ്ടത് ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമഅനാ വഅതഅനാ. സത്യവിശ്വാസികളായ ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നു, അല്ലെങ്കിൽ റസൂല് വിളിക്കുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എന്ന് പറയുന്നത് കേട്ടാൽ ഉടനെ അവർ പറയാം സമഅന വഅതഅന എന്നാണ്. ഞങ്ങൾ വിളി കേട്ടിരിക്കുന്നു, വഅതഅന ഞങ്ങളിത് അനുസരിച്ചിരിക്കുന്നു. ഇതാണ് സത്യവിശ്വാസികളുടെ മതം. ഞങ്ങൾക്ക് അനുകൂലമാണ് വിധിയെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാമെന്ന് പറയുന്നത് ഒരിക്കലും ഇത്തരത്തിലുള്ള തീർപ്പ് കൽപ്പിക്കുന്നിടത്തേക്ക് പറ്റിയ വാദമേ അല്ല. അതിന് കാരണങ്ങൾ ഒരു പക്ഷേ അവരെന്തെങ്കിലും രോഗം വന്നതായിരിക്കും, അഥവാ മാനസികമായിട്ട് അവർക്ക് എന്തെങ്കിലും രോഗം ഉണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് സംശയം ഉണ്ടാവാം, ഇത് ഞങ്ങൾക്ക് അനുകൂലമായിക്കൊള്ളണമെന്നില്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആവാം എന്ന രൂപത്തിൽ ആ സംശയമാകാം. അതുമല്ലെങ്കിൽ 3ാമത് വരാനുള്ളത്, അള്ളാഹും റസൂലും തങ്ങളോട് അനീതി ചെയ്യാൻ സാധ്യതയുണ്ട്, ഞങ്ങൾ വിശ്വാസികളല്ലാത്തതുകൊണ്ട്, യഥാർത്ഥ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞങ്ങളോട് അനീതി ചെയ്യാൻ കാര്യമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് മാറി നിൽക്കുന്നതുമാണ്. അത് 3ആണെങ്കിലും അവരക്രമികളാണ് എന്ന് അള്ളാഹു പറഞ്ഞതിന് ശേഷം യഥാർത്ഥ വിശ്വാസികളാണ് എങ്കിൽ അവരുടെ സ്വഭാവം ഇതല്ല, മറിച്ച് അവർ പറയേണ്ടത് സമേന വാത്തായന എന്നാണ്. ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. അത് പറഞ്ഞിട്ട് അവരെന്ത് ആണ് വിധി വന്നതെങ്കിലും അതിനെ
എല്ലാ നിലക്കും അംഗീകരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് അവരുടെ സ്വഭാവം. വൗലായിക മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയികളെന്ന് പറയുന്നത്. അവർ യഥാർത്ഥ വിജയികളാണ്. അവർ ഭൗതിക അർത്ഥത്തിലാണെങ്കിലും ആത്മീയമായ അർത്ഥത്തിലാണെങ്കിലും എല്ലാ നിലക്കും വിജയം വെച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു ഒരു കാര്യം റസൂലിനെ കൊണ്ട് പറയിക്കുമ്പോൾ, അല്ലെങ്കിൽ റസൂല് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതനുസരിച്ചുകൊണ്ടുള്ള ഒരു കാര്യത്തിൽ വിധി പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് അനുകൂലമാവുക പ്രതികൂലമാവുക എന്നാലോചിച്ചുകൊണ്ടല്ല അതിനെ സമീപിക്കേണ്ടത്. വിശ്വാസിയാണെങ്കിൽ ചെയ്യേണ്ടത് സമയനാവാത്തതിന, ഞങ്ങൾ കേട്ടു, ഞങ്ങളനുസരിച്ചു. പിന്നെ അതിൽ വേറൊരു ചിന്തിക്കാനുള്ള ഒരു ഭാഗം അതിലില്ല. ഞങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ സ്വീകരിക്കും, അനുകൂലമല്ലേ സ്വീകരിക്കില്ല എന്നുള്ള രൂപമല്ല അതിന്. എങ്ങനെയാണെങ്കിലും ഞങ്ങളനുസരിച്ചു, ഞങ്ങൾ കേട്ടു, ഞങ്ങളനുസരിച്ചു എന്ന് പറയലാണ്. അത്തരത്തിൽ വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം നമ്മൾ യഥാർത്ഥ വിശ്വാസമാണോ എന്ന് പരിശോധിക്കുക. അള്ളാഹു പറഞ്ഞത് മുഴുവൻ അംഗീകരിക്കാൻ തയ്യാറാവുക, അതിന് പിന്നിൽ അണിനിരക്കാൻ നമ്മൾ തയ്യാറാവുക. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു വിട്ട് പുറത്ത് മാപ്പാക്കി തരട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.